കേട്ടോളൂ, ഇന്നലെ പറഞ്ഞ വിഷയമാണത്. 4 മദ്ഹബിലും സ്ഥിരപ്പെട്ട 20 റക്അത്ത് തറാവി. ആ 20 റക്അത്ത് തറാവിയിൽ 12 എണ്ണം വെട്ടിയങ്ങ് നശിപ്പിച്ചു. നമുക്ക് അവരോട് ഒരു ധാർമ്മിക രോഷവും ഇല്ല. അവര് നമ്മുടെ സുഹൃത്തുക്കളായി നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ വക്താക്കളാകുമോ? ഇതുകൊണ്ടാണ് നമ്മുടെ മഹാന്മാരായ പൂർവകാല പണ്ഡിതന്മാർ ആ ആശയം പഠിപ്പിച്ചതും അതിൽ നിന്ന് 1 ഇഞ്ച് മാറാൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മഹാനായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹു, നൂറുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹു, കൻസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹു തുടങ്ങിയ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ആലിമീങ്ങളും അൽഹംദുലില്ലാഹ് ഇന്നും നമുക്ക് നേതൃത്വം നൽകുന്ന മഹാനായ സുൽത്താൻ ഉലമ, അല്ലാഹുവേ നീ വലിയ ദീർഘായുസ് ആഫിയത്തോടെ ഹിമ്മത്തോടെ കൊടുത്ത് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. നമ്മുടെ ആലിമീങ്ങൾ നമ്മെ പിടിച്ചു നിർത്തി. എന്തിനാണ് പിടിച്ചു നിർത്തിയത്? ഈ രോഗം ഉമ്മത്തിലേക്ക് പകരരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആദ്യത്തിൽ പുത്തൻവാദികൾ വന്നപ്പോൾ ഏത് രോഗം? ഈ ബിദ്അത്താകുന്ന രോഗം ആളുകൾക്ക് പകരാതിരിക്കാൻ നമ്മുടെ ഉലമാ നമ്മളെ പിടിച്ചു നിർത്തി. ഇന്നലെ പറഞ്ഞതാ കാസർഗോട്ടുന്ന് തുടക്കത്തിൽ. എന്നിട്ട് ശംസുൽ ഉലമക്കാണ് കുത്ത്. ഞങ്ങളെന്ന് ഇറങ്ങിപ്പോന്നത് ബിദ്അത്തുമായി ബന്ധപ്പെട്ട ആ ബന്ധത്തിന്റെ പേരിലാണ്. ഇന്നും ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ്. ഇസ്തിസിനൊക്കെ ചെയ്തത് മറന്നുപോയോ ഇയാള്? നമ്മളെ മഷ്ഹൂറായ കുപ്രസിദ്ധമായ ഒരു ഇസ്തിസിനുണ്ടല്ലോ, വഹാബിയോട് ബന്ധം പാടില്ല, ജമാഅത്തെ ഇസ്ലാമിയോട് ബന്ധം പാടില്ല, സലഫിയോട് തീരെ ബന്ധം പാടില്ല. എന്നിട്ട് ലാസ്റ്റ് അയാൾ പറഞ്ഞു കോഴിക്കോട് വെച്ച്, ഇല്ലാലി മസ്ലഹത്തിൻ ദീനിയ ഔ ശർഇയ്യ ഔ ദുന്യവിയ. അതാണ് ഇല്ലാലി മസ്ലഹത്തിൻ ദീനിയ ഔ ദുന്യവിയ. ദീനിയായിട്ടോ ദുന്യവിയായിട്ടോ ആകെ നമ്മൾ ഒരാളോട് ബന്ധാകുന്നത് ഒന്നുകിൽ ദീനിന്റെ ആവശ്യത്തിനാവും, അല്ലെങ്കിൽ ദുനിയാവിന്റെ ആവശ്യത്തിനാവും. ഇത് രണ്ടും അല്ലാതെ ആരും ആരോടും ബന്ധപ്പെടൂലല്ലോ. ഇദ്ദേഹം അന്ന് വഹാബിയോട് ബന്ധം പാടില്ല എന്ന് പറഞ്ഞിടത്തുനിന്ന് ഇവർക്ക് മാറ്റം സംഭവിച്ചപ്പോ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കിതാബിന്റെ പേരിൽ തന്നെ പച്ചക്കള്ളം കൊണ്ടുവന്നു. അതൊന്നും ഓർമ്മല്ലാതെ ഇന്നലെ പറയാ നമ്മൾ അവിടെ തന്നെ പിടിച്ചു നിൽക്കുകയാണ്. ഏടെ പിടിച്ചു നിൽക്കാങ്ങള്? എല്ലാ വഹാബിയായിട്ട് ബന്ധായില്ലേ? എവിടെ എത്തി നിങ്ങളുടെ കഥകൾ? നിങ്ങൾ തന്നെ അതായിപ്പോയില്ലേ? അപ്പൊ ഞങ്ങളെ കേൾപ്പിക്കാത്തും കാണിക്കാത്തും എന്തുകൊണ്ടാ? അതിൽ പ്രസക്തിയില്ല, നിങ്ങൾ തന്നെ അതായിപ്പോയി. അതല്ലേ ശരി. അന്നത്തെ ഇസ്തിസിനൊന്ന് കേൾപ്പിച്ചു കൊടുക്കും, മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കേട്ടോട്ടെ. ഈ ശരീഅത്ത് നിയമത്തിൽ മഹാനായ കാന്തപുരം ഉസ്താദും അനുയായികളും മരണം വരെ ഉറച്ചു നിൽക്കും. ആരും ഞങ്ങളെ ഒറ്റപ്പെടുത്തരുതേ. നിങ്ങളെല്ലാം ഞങ്ങളെ കൂടെ വരണേ. നിങ്ങൾക്ക് സ്വർഗത്ത് കിടക്കാനാ, നിങ്ങൾക്ക് സ്വർഗത്ത് കിടക്കാനാ. ഇത് നിങ്ങൾക്ക് നിങ്ങളെ കൂടെയുള്ള പണ്ഡിതന്മാര് പറഞ്ഞു തന്നില്ലെങ്കിൽ അവർക്ക് അല്ലാഹു വെച്ചത് നരകത്തിൽ ചങ്ങലയാണ്, തീനാനുള്ള ചങ്ങല. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചോദിക്കൂ മറ്റുള്ള പണ്ഡിതന്മാരോട്, പേരോട് സഖാഫി ഇന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കിതാബിലുണ്ടോ? ഇമാം ഗസാലി റളിയല്ലാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇനി ഒന്നുകൂടി പറയട്ടെ, എവിടെയെങ്കിലും ഞങ്ങള് ഒരു മുജാഹിദ് മൂലയിലുണ്ട് എന്ന് വെച്ചിട്ട് പങ്കെടുത്ത പരിപാടി ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അവരോട് പറയണം, അത് നിങ്ങളോട് ചോദിക്കും അങ്ങനെ അവർ പങ്കെടുത്തില്ലേ? അപ്പൊ നിങ്ങൾ അവരോട് പറയണം, അവരൊക്കെ ഫിഖഹിന്റെ കിതാബൊക്കെ ഓതിയിട്ടുണ്ട്. ഇല്ലാലി മസ്ലഹത്തിൻ ദീനിയത്തിൻ ഔ ദുന്യവിയത്തിൻ എന്നവിടെ ഒരു ഇസ്തിസിന കണ്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം അവരോട് ചോദിച്ചാൽ മതി. ഒരു ഇസ്തിസിന കണ്ടിട്ടുണ്ട്. ദീനിന്റെ ഗുണത്തിന് അനിവാര്യമാണെന്ന് വന്നാൽ ഇനി ഇതിന്റെ കൂടെ ഒരു വിശദീകരണം. ഏതായാലും റാലി പോവാണല്ലോ, അടുത്ത സ്വീകരണ സ്ഥലത്ത് നിന്ന് പറഞ്ഞാൽ മതി. EK ഉസ്താദിന് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്ന നിങ്ങള് വഹാബിയായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളത് പൊളിച്ച് കയ്യിൽ തന്ന്. കാരണം വഹാബിയാണ് ഫുള്ള്. 1-2 പിന്നെ അതിന്റെ ഫോട്ടോസ് ഉണ്ടല്ലോ നിർത്താണ്ടോ. ഇതിപ്പോ മർക്കസ് നോളേജ് സിറ്റിയിലെ ഒരു ഇരുത്താണ്. ആ നടുവിലിരിക്കുന്ന ആളാരാ? അബ്ദുൽ ഹക്കീം അസ്ഹരിയാണ്, ഇന്റർനാഷണൽ ബിസിനസ് മാൻ. അപ്പുറപ്പുറക്കെ ഇരിക്കുന്ന തബ്ലീഗ് ജമാഅത്തിന്റെ നേതാക്കളാണ്. ഞങ്ങൾ ചോദിച്ചു, തബ്ലീഗ് നേതാക്കൾ എങ്ങനെയാണ് മർക്കസ് നോളേജ് സിറ്റിയിലെത്തിയത്? EK ഉസ്താദിനെതിരെ ആ കംപ്ലൈന്റ് പറഞ്ഞ് ഇറങ്ങിപ്പോന്ന നിങ്ങൾ എങ്ങനെ ഇക്കൊലത്തിലായി? മാത്രല്ല, ഈ തബ്ലീഗുകാരുടെയും സലഫികളുടെയും ബിസിനസ്സുമായി വലിയ ബന്ധം ഈ ബിസിനസ്സുമാന്.
അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ പിന്നീട് വന്നിട്ടുണ്ട്. ഓരോന്നോരോന്ന് ചിലതൊക്കെ കാണിച്ചു കൊടുക്കും. കണ്ടോ നിങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി തബ്ലീഗ് പോലെയുടെ കട ഉദ്ഘാടനത്തിന് പോയി നിൽക്കുന്ന ബിസിനസ്മാൻ അബ്ദുൽ ഹക്കീം അസ്ഹരി, ഞങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. പണവും ബിസിനസ്സും വന്നാ പിന്നെ എനിക്ക് ഇതൊന്നും ഓർമ്മല്ല. നേരത്തെ തൊരുസ പറഞ്ഞ പോലെ സ്വർണ്ണ കച്ചവടവും തട്ടിപ്പും എന്തെല്ലാമാണ് ദീനിന്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉള്ളിലിരുന്നു കൊണ്ട് കളിക്കുകയാണ്. അയാളൊക്കെ അതിന്റെ മെയിൻ ആളാ. ഉള്ളിലിരിക്ക പുറത്ത് ചിത്രത്തിലൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഈ ഉമ്മത്തിനെ നശിപ്പിക്കാൻ വേണ്ടി അതൊക്കെ ഞങ്ങളെ കയ്യിലുണ്ട്. ഈ പറഞ്ഞ എല്ലാ ഇദ്ദേഹത്തിന്റെ ഉഡായിപ്പ് ബിസിനസ്സുകളും അതൊക്കെ ഒരു സമ്മതം കിട്ടിയ എല്ലാം പുറത്തുവിടും. അതിവിടുത്തെ സർക്കാരിനും ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കും ഒക്കെ നൽകേണ്ട സ്ഥലത്ത് ഞങ്ങൾ നൽകണമുണ്ട്. ഈ അടുത്ത് നമ്മൾ ഡൽഹിയിൽ ചെന്നപ്പോ ഉന്നതനായ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ സംസാരിച്ചപ്പോ നമ്മളെക്കാൾ ഇവിടെ ഉടായിപ്പ് ഓൽക്കറിയാം. നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതാണ് അവസ്ഥ. ഇത് ഞങ്ങൾ മാത്രം പറയുന്ന സംഗതിയല്ല. അപ്പോ ഇങ്ങനെയുള്ള എല്ലാ ബിസിനസ്സുകൾക്കും വേണ്ടി മുജാഹിദും സലഫിയും ജമാഅത്തും എല്ലാവരും ഒന്നിച്ച്, മാത്രമല്ല പറഞ്ഞ ആളുടെ സ്ഥാപനല്ലേ കുറ്റ്യാടി സിറാജുൽ ഹുദ കറാമത്ത്, വ്യാജ കറാമത്ത് പറഞ്ഞുണ്ടാക്കിയതാ. എന്താ അതിന്റെ അവസ്ഥ ഒന്ന് കാണിച്ചു കൊടുക്ക്. കണ്ട ആരാ ക്ലാസ് എടുക്കുന്നത്? അലി അക്ബർ മൗലവി, സലഫി നേതാവ്, കേരളത്തിലെ. മൗലവിമാരിരുന്ന് ചിരിച്ചു കൊടുക്കാണ്. കണ്ടോ, ഈ മൗലവി വന്ന് ക്ലാസ് എടുക്കുന്നു സിറാജുൽ ഹുദയിൽ. ഇതൊന്നും ഇപ്പൊ പ്രസക്തിയില്ലാതായി. കാരണം എന്താ, ഇയാളെക്കാൾ വലിയ മൂത്ത വഹാബിയായി പേരോട് മാറി. പിന്നെ ഇപ്പൊ ഇയാള് വരുന്നത് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ അയാള് പ്രസംഗിക്കുന്നു, മൗലവിമാര് ഇതൊക്കെ ഇ കെ ഉസ്താദിനെ എതിർത്ത ആളുകൾക്ക് കാലം കൊടുത്ത ശിക്ഷയാണ്. അപ്പൊ ഇതൊക്കെ നമ്മളിങ്ങനെ ചോദ്യം ചെയ്തപ്പോ അതിന് ഇവരുണ്ടാക്കിയൊരു മറുപടിയാണെന്ത്? പാടില്ല, നിങ്ങളെല്ലാരും ഞങ്ങളെ കൂടെ വരെ ഇങ്ങക്ക് സ്വർഗത്ത് പോവാനാ, ഓല കാര്യം ഓക്കെയാണ്. പണ്ട് സക്കരിയാസലായി ദ്വാരനാരി ഞങ്ങളെ കൂടെ റസൂലിനെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേന്നാണ്. മൂപ്പര കാര്യത്തിൽ ഇനി തർക്കമൊന്നുമില്ല എന്ന് പറഞ്ഞ പോലെ മൗലവിന്റെ കാര്യത്തിൽ സംശയമില്ല. ഇങ്ങക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് പോരി നമ്മളെ കൂടെ എന്നാണ്. എന്നിട്ട് ലാസ്റ്റ് വഹാബിയോട് ബന്ധം പാടില്ല, അതൊക്കെ ശരി, അതൊക്കെ റെഡി. ലാസ്റ്റ് അതൊക്കെ പൊളിച്ച് ഇല്ലാലി മസ്ലഹത്തിൻ ദീനിയ ഔ ദുന്യവിയ, ദീനിലോ ദുനിയാവിലോ എന്തെങ്കിലും ഒരു ഗുണമുണ്ടെങ്കിൽ പങ്കെടുക്കാം, കൂടെ കൂടാം എന്ന് ഫിഖഹിന്റെ കിതാബിലുണ്ട്. കോഴിക്കോട് വെച്ചാത് പറഞ്ഞ് ഞങ്ങളന്ന് കോഴിക്കോട്ട് പ്രോഗ്രാം വെച്ച് ചോദിച്ചു, ഇല്ലാലി മസ്ലഹത്തിൻ ദീനിയ ഔ ദുന്യവിയ എന്നൊരു വാക്ക് ഏതെങ്കിലും ഒരു ഫിഖഹിന്റെ കിതാബിൽ ഇയാളോ ഇയാളെ കൂടെയുള്ള ആളുകളോ ആർക്കും കൊണ്ടുവരാം. മുഷാവറനെ മുഴുവനും വെല്ലുവിളിച്ചു. സുലൈമാ ഉസ്താദിനെ ഒഴിവാക്കിക്കേ, ഉസ്താദിനെ അതിലൊന്നും കൂട്ടണ്ട, ഉസ്താദ് നിങ്ങളെ കൂടെ ഇല്ലേനും. നിങ്ങളിങ്ങനെ കൊണ്ടെടുക്കുമ്പോ പോരാന്നല്ലാതെ നല്ല നിഷ്കളങ്കനായ നല്ലൊരു മനസ്സിന്റെ ഉടമയായ സുലൈമാൻ ഉസ്താദിനെ അതിലൊന്നും കൂട്ടണ്ട. അങ്ങനത്തെ ആളുകൾ അതിലുണ്ട്. അവരെല്ലാം ഞാൻ പറയുന്നു, ഇവരെ പോലെ ഇതിനെതിരിൽ വരുന്ന ആളുകളെയാണ്. അവരോട് ചോദിച്ചു, ഈ വാക്ക് ഏത് കിതാബിലാണ്? ഈ ഫിഖഹിന്റെ കിതാബ് കിട്ടുന്നില്ല, ഇടങ്ങാറാകണ്ട. അഖീദന്റെ കിതാബ് ആയിക്കോട്ടെ, ഹദീസ് ആയിക്കോട്ടെ, ശറഉൽ ഹദീസ് ആയിക്കോട്ടെ, തഫ്സീറാകട്ടെ, താരീഖാവട്ടെ, ഇനി മന്ദിക്കിന്റെ കിതാബിലെങ്കിലും ഒന്ന് കാണിച്ചു തരോ? ഏടെങ്കിലും ഉണ്ടോ? ഇല്ലാലി മസ്ലഹത്തിൻ ദീനിയാവു ദുന്യവിയ, ഏടിയില്ല. അയാൾ പോക്കറ്റിൽ നിന്ന് എടുത്തതാ. ഒളിഞ്ഞു പാളീസായി. ഈ ഒരു ഇസ്തിസ്ന ഉണ്ടാവുമ്പോ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റിയ? ഒരാൾ മുജാഹിദിനെ സ്റ്റേജിൽ കയറ്റി ദുന്യവിയായ ലക്ഷ്യം ഉണ്ടാവും. നാളെ കല്യാണം ഉണ്ട്, അയാളെ പേരിൽ ബിരിയാണി തിന്നാൻ വേണ്ടി ക്ഷണിക്കണമെങ്കിൽ ഇന്ന് സ്റ്റേജിൽ കയറ്റണം, ദുന്യവിയായ ലക്ഷ്യമില്ലേ? അങ്ങനെ ഉണ്ടായിക്കൂടെ? നാളെ 1,00,000 അവന്റെ അടുത്ത് കിട്ടണം, ഇന്നോനെ സ്റ്റേജിൽ നമ്മൾ വിളിച്ചു ചേർത്താണ്. അപ്പൊ എന്തിനാ വഹാബിനെ സ്റ്റേജിലിരുത്തിയത്? ഇല്ലാലി മസ്ലഹത്തിൻ ദീനിയാവു ദുന്യവിയ, ദുന്യാവിലൊരു ഗുണം അവന്റെ അടുത്തുനിന്ന് അവിടെ ഇരുത്തിയാന്ന് പറഞ്ഞാ പോരെ? എന്തിനാ നിങ്ങൾ പിന്നെ അതിന് പ്രശ്നമാക്കണേ? അപ്പൊ നിങ്ങള് നേരത്തെ പറഞ്ഞതൊക്കെ പൊളിച്ചിട്ടുണ്ട്, വാക്കുകൊണ്ടും പൊളിച്ചിട്ടുണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ടും പൊളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും പറയാൻ അധികാരമില്ല. ഈ ഇസ്തിസ്ന ഇപ്പൊ നിലനിൽക്കുന്നുണ്ടോ, എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളതെന്നൊന്ന് വ്യക്തമാക്കണം അടുത്ത സ്വീകരണ സ്ഥലത്ത്.